ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം. അതിന് ഞാൻ 1/2 കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ഇത്. അതിന് 2 ഉള്ളിയും 3 തക്കാളിയും 3-4 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും. അതിന് നമ്മളെ കുക്കറിൻ്റെ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് RKGയും കുറച്ച് സൺഫ്ലവർ ഓയിലും പറഞ്ഞ് നമ്മളെ ഉള്ളി വാട്ടാനായിട്ട് വയ്ക്കുന്നു. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് തരണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അങ്ങനെ നമ്മളെ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കുന്നതാണ്. നല്ലോണം ഉള്ളി വാടിക്കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ഇടുക. തക്കാളിൻ്റെ ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് ചതക്കിയിട്ടെടുക്കാം. അങ്ങനെ ഉള്ളി നല്ലോണം വാടി നമ്മളെ തക്കാളി വാടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമുക്ക് ഇറച്ചിക്ക് വേണ്ടുന്ന മസാലപ്പൊടികളാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലോണം കുഴച്ചിട്ടുക. പിന്നെ പാകത്തിനുള്ള ഉപ്പാണ്, ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടിക്കില്ല. അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലോണം കുഴച്ചിട്ടെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ കറി വെച്ചാൽ. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബർ ലൈക്ക്, ഒന്ന് എല്ലാവർക്കും ഫ്രണ്ട്സുമാർക്കെല്ലാം ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിടണേ. അങ്ങനെ നല്ലോണം ഇളക്കി ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം വാടിയതിന് ശേഷം നമ്മളെ മസാല എല്ലാം ഇട്ട ചിക്കൻ ഇട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മളെ 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മളെ 4 വിസിൽ കഴിഞ്ഞാൽ നമ്മളെ ഇറച്ചിക്കറി അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ ചിക്കൻ കറി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ ചിക്കനെല്ലാം വെന്ത് അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി. വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്താൽ നമ്മളെ ചാനൽ എല്ലാവരും എത്തുള്ളൂ. ലൈക്ക് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒന്ന് അങ്ങെത്തും. ബൈ.